അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം എ ജബ്ബാർ, ലിയാഖത്ത് അലി, ഉമർ ക എന്ന് പറയുന്ന 3 പേര് കൂടി ഇരുന്നുള്ള ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയുടെ ഒരു 6-7 മിനിറ്റ് ഞാൻ ക്ഷമിച്ചിരുന്ന് കണ്ടു. കൂടുതൽ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോ ക്ലോസ് ചെയ്തു. ആ കണ്ട ഒരു 6-7 മിനിറ്റുള്ള ചില വിഷയങ്ങൾ ഞാൻ പറയാം. അതിലാദ്യമായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്റെ ഈ ഇടവും വലവും ഇരിക്കുന്ന 2 പേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ വക്താവായിട്ടുള്ള എ ജബ്ബാർ, അദ്ദേഹം സ്റ്റേജിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴോ ഒരു വീഡിയോ കൊണ്ടൊരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴോ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നുള്ള ഒരു ഗ്രീറ്റിംഗ്സ് ഒന്നുമില്ലാതെ, ഒരു അഭിവാദ്യങ്ങളുമില്ലാതെ നേർക്ക് നേരെ ഒരു പറയുന്ന ഒരു രീതിയാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോകളിലും. അതായത് പരിഷ്കൃത സമൂഹത്തിൽ ജനിക്കുന്ന ഒരു വക്താവ് പരിഷ്കൃത സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് എന്ന് നമുക്കിവിടെ പഠിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോ എന്റെ ഇടവും മലവും ഇരിക്കുന്ന 2 പേര് നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിചയം ഉണ്ടാവും. കണ്ടല്ലോ, എന്റെ ഇടവും വലവും ഇരിക്കുന്ന 2 പേരെ കുറിച്ച് തുടങ്ങുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ തുടക്കം. അങ്ങനെ ഈ 2 പേരെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് ഇവര് ഇസ്ലാമിനൊക്കെ പഞ്ഞിക്കിട്ടിട്ടുള്ള പുലിക്കുട്ടികൾ അല്ലെങ്കിൽ സിംഹക്കുട്ടികളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇസ്ലാമിനെ പഞ്ഞിക്കിടുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന 2 പുലികളോ സിംഹങ്ങളോ ആണ് എന്റെ അടുത്തും വലത്തുമായിട്ട് ഇരിക്കുന്നത്. കേട്ടല്ലോ. അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ ഇസ്ലാമിന്റെ XYZ അദ്ദേഹത്തിന് അറിയാം, പക്ഷേ ഇസ്ലാമിന്റെ ABCD അറിയില്ല. ഇസ്ലാമിന്റെ ABCD അറിയാമെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ല. കാരണം എന്തെന്നാൽ ഇസ്ലാം എങ്ങനെ വളരണം, എങ്ങനെ വളരും, എങ്ങനെ അത് റിവേഴ്സ് ഗിയറിൽ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ റിവേഴ്സ് ഗിയറിൽ വരും, എങ്ങനെ ഇസ്ലാം ഇല്ലാതാകും, വ്യക്തമായിട്ട് അത് ലോഹൽ മഹ്ഫൂസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ പഠിപ്പിച്ചതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വ്യക്തമായി പറയുന്നത് ഇസ്ലാം ആരംഭിച്ചത് അപരിചിതത്വത്തിൽ നിന്നാണ്. നിങ്ങൾ സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് ഹദീസ് വായിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഇസ്ലാം ആരംഭിച്ചത് അപരിചിതത്വത്തിൽ നിന്നാണ്. ഇസ്ലാം ആ അപരിചിതത്വത്തിലേക്ക് തിരിച്ചു പോകും. അപരിചിതർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്താണ് ഇതിന്റെ അർത്ഥം? ഇസ്ലാമിന്റെ ആവിർഭാവകാലത്ത്, ഉത്ഭവകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്തിട്ടുള്ള 23 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 1 ലക്ഷം സത്യവിശ്വാസികളാണ് ലോകം മുഴുവൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇസ്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് അടിച്ചു കഴിഞ്ഞാൽ ചില ഫ്രാക്ഷനുകൾ, സെക്കൻഡിന്റെ ഫ്രാക്ഷനുകളിൽ നിങ്ങൾക്ക് മറുപടി കിട്ടും. ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ്. 10-15 കൊല്ലമായിട്ട് നമ്മളെ ജബ്ബാറും കൂട്ടരും ഒക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ 5-10 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ 10,000-കണക്കിന് ആളുകളാണ് ദിനം പ്രതി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ തുടർന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജബ്ബാറിന്റെ പ്രവർത്തനം എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ആന നടന്നു പോകുന്നു, അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ചില ജന്തുക്കൾ കുരക്കുന്നുണ്ട്. തടസ്സങ്ങളൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗജവീരനിലും പിന്നിൽ നിന്ന് കുരക്കുന്നവരിലും മനുഷ്യർക്ക് ഉത്തമ ഉദാഹരണമുണ്ട്. എന്തെന്നാൽ ഈ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗജവീരനാണ് ഇസ്ലാം. അതിന്റെ പിന്നിൽ ഈ കുരച്ചുകൊണ്ടിരിക്കുന്നവരാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും സ്വതന്ത്ര ചിന്തകരും. അവർ കുരച്ചുകൊണ്ടേയിരിക്കും. എത്രയെന്നാൽ അന്ത്യദിനം വരെ അവർ കുരച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇസ്ലാം ഇതുപോലെ മുന്നേറിക്കൊണ്ട് തന്നെയിരിക്കും. ഈ പ്രവൃത്തിയാണ് ഇന്ന് ജബ്ബാറും ജബ്ബാറിനെ പോലുള്ള ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാനരന്മാർ എന്തറിയുന്നു വിഭോ എന്ന് പറയും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് അള്ളാഹുവാണ് ഇവരെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. എന്തെന്നാൽ നരകത്തിലേക്കും ജനങ്ങളെ വേണം. അള്ളാഹു സ്വർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ നരകത്തിലേക്കും ജനങ്ങളെ ആവശ്യമുണ്ട്. അതെന്തെന്നാൽ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ,
സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ സ്വദേഹത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. അപ്പോൾ മനുഷ്യരെ ആവശ്യമുണ്ട് അള്ളാഹുവിന് നരകത്തിൽ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജബ്ബാറും കൂട്ടരും ദഅവത്ത് നടത്തിക്കൊണ്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട് ദഅവത്ത് നടത്തിക്കൊണ്ട് ജനങ്ങളെ അള്ളാഹുവിലേക്ക് നരകത്തിൽ കത്തിക്കാൻ വേണ്ടി വിറകുകളെ സമ്പാദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ചെയ്യുന്നത് ദഅവത്ത് നടത്തിക്കൊണ്ട് ജനങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചിന്തിക്കുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ആളുകൾ പറയുന്നതും കൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇസ്ലാം വിട്ടുപോകുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നത് എന്തെന്നാൽ, നായകളുടെ നേതാവായിട്ടുള്ള ഒരു നായ മതിലിനടുത്ത് നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഈ നായയുടെ മേല് മതില് ഇടിഞ്ഞു വീണ് നായ കൊല്ലപ്പെട്ടു. അപ്പോൾ നായകളെല്ലാവരും കൂടിയിട്ട് ഒരു അനുശോചന യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ ഈ നായയുടെ അസിസ്റ്റന്റ് നേതാവ് ഉണ്ടായിരുന്നു. ആ അസിസ്റ്റന്റ് നേതാവ് ആ നായ സമ്മേളനത്തിൽ വെച്ച് ഒരു നിയമം പാസാക്കി. അതായത് ഇനി മേലാൽ നിങ്ങൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റേ ഒരു കാലുകൊണ്ട് നിങ്ങൾ മതിലിനെ താങ്ങി നിർത്തണം. നിങ്ങൾ മൂത്രമൊഴിക്കുന്നത് കൊണ്ട് എങ്ങാനും മതിൽ വീണ് നിങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാലോ, അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ നായക്കളും മതിലിനെ ഒരു കാലുകൊണ്ട് തടഞ്ഞു വെച്ചിട്ടാണ് അവർ മൂത്രമൊഴിക്കാറുള്ളൂ. അപ്പോൾ ജബ്ബാർ തന്റെ വായ കൊണ്ട് ഇസ്ലാമിനെ താഴത്തിടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്നാൽ ആ നായ കരുതുന്നത് നായ കാലുകൊണ്ട് തടയുന്നത് കൊണ്ടാണ് മതിൽ വീഴാത്തത് എന്ന്. അതേപോലെ തന്നെ ജബ്ബാർ വായ കൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇസ്ലാം വിട്ടുപോകുന്നത് എന്നാണ് ജബ്ബാർ ചിന്തിക്കുന്നത്. നായ ചിന്ത എന്നാണ് ഇതിന് പറയുക. എന്നാൽ ഇസ്ലാം ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ഗിയറിൽ വരും. ഇസ്ലാമിന്റെ തത്വസംഹിത മോശമായതുകൊണ്ടല്ല റിവേഴ്സിൽ വരുന്നത്. കാരണം അതിനേക്കാളും മോശങ്ങൾക്ക്, അതായത് അധാർമികതയ്ക്ക് അവസരങ്ങൾ ധാരാളം തുറക്കപ്പെടും. ഒരു 19 വർഷം മുൻപ് ഒരു വ്യക്തി ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തയോടുകൂടിയിട്ട് അയാൾക്ക് മരിക്കാനേ പറ്റുള്ളൂ. അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഒരു ചോക്ലേറ്റ് തിന്നുന്ന ലാഘവത്തോടു കൂടിയിട്ട് വ്യഭിചരിക്കാൻ കഴിയും. ബ്യൂട്ടി പാർലർ, അതേപോലെ തന്നെ മസാജ് പാർലർ, അതേപോലെ തന്നെ ടൂർ ഗൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്ന എത്രയോ സംരംഭങ്ങൾ ഇന്ന് പണമുണ്ടാക്കുന്നു. ചെറുപ്പക്കാർ അതിൽ ആകൃഷ്ടരാകുന്നു. അപ്പോൾ വ്യഭിചാരം ഒരു ചോക്ലേറ്റ് തിന്നുന്ന മാതിരിയായി. മദ്യപാനം അതുപോലെ തന്നെ. പിന്നെ അതേപോലെ തന്നെ ഡ്രഗ്സ് ഇത്ര വിപുലമാണ്. നിങ്ങൾക്ക് ഓരോ പെട്ടിക്കടയിലും ഡ്രഗ്സ് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ചുറ്റുപാടാണ്. അങ്ങനെ പോയി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധാർമികത നടമാടുമ്പോൾ മുസ്ലിങ്ങൾ പോലും അതിലേക്ക് പോവും. പിന്നെ ഇസ്ലാമിന്റെ പേര് മാത്രമുണ്ടാവും. വന്ന് തവാഫ് ചെയ്യാൻ മുസ്ലിങ്ങളില്ലാത്തൊരവസ്ഥയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹദീസ് വായിച്ചു നോക്കൂ. അതിൽ പറയുന്നുണ്ട്, എത്യോപ്യയിൽ നിന്ന് സോയഖാൻ എന്ന് പറയുന്ന ഒരു നീഗ്രോ വന്ന് കാബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കും. അതിനെ പുതപ്പിച്ചിരുന്ന കിസ്വായും കൊണ്ടുപോകും. കാബ പൊളിച്ചു മാറ്റുന്നതോടുകൂടി അവസാനിക്കുന്നില്ല. ഇതിനേക്കാളും വലിയ അത്ഭുതം നടക്കാനിരിക്കുന്നത് ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുള്ള ഇബ്നു മസ്ഊദ് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിൽ പറയുന്നത്, ഒരു രാത്രി എന്തോ ഒന്ന് വന്നുകൊണ്ട് ഖുർആൻ ഉയർത്തപ്പെടും. നേരം വെളുത്ത് നിങ്ങൾ ഖുർആൻ ഓതാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിയുകയില്ല. സഹാബിമാർ ചോദിക്കുന്നു, അപ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്തുള്ള ഖുർആനോ? അതും നിങ്ങൾക്ക് ഓതാൻ കഴിയുകയില്ല. നിങ്ങൾ ഓതാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ വായിൽ നിന്ന് ജാഹിലിയത്ത് കാലത്തുള്ള പാട്ടാണ് വരിക എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ വേദഗ്രന്ഥം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഖുർആൻ അവതരിപ്പിച്ച സമയത്ത് അതിന്റെ പിന്നിൽ അതിന് മുൻപുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തി. മൂസ അലൈഹിസ്സലാമിന്റെ തൗറാത്തും ഈസ അലൈഹിസ്സലാമിന്റെ ഇഞ്ചീലും അത് അന്ന് അവതരിപ്പിച്ചിട്ടുള്ള രീതിയിൽ ഇന്ന് മ്യൂസിയത്തിൽ പോലും അത് കാണാൻ കിട്ടുന്നില്ല. അത് തന്നെയായിരിക്കും ഖുർആനിന്റെയും അവസ്ഥ. ഖുർആൻ ഉയർത്തപ്പെടും. നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഖുർആൻ നിങ്ങളുടെ മുൻപിൽ കാണുകയില്ല. ഖുർആൻ നിങ്ങൾ കാണുന്നത് ഈ കോലത്തിലായിരിക്കും. വെറും അക്കങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇതാണ് വരാനിരിക്കുന്നത്. ഇതും നമുക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സുഹൃത്തുക്കളെ, ഈ വക ആളുകൾ ഖുർആനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ചെവിട് കൊടുക്കാതെ ഖുർആൻ നിങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, പഠിക്കുക. അലിഫ് ലാം മീം അത്രയും 3 അക്ഷരങ്ങൾ ഓതിയതിന് 30 നന്മയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരൊന്നും പറയാതെ തന്നെ ഇസ്ലാം അത് എവിടെ നിന്ന് ഉത്ഭവിച്ചുവോ ആ ഉത്ഭവിച്ച സ്ഥാനത്തേക്ക്, ഏകദേശം ലോകത്ത് 1 ലക്ഷത്തോളം മുസ്ലിങ്ങൾ മാത്രം ശേഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് നായ
മതിലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് പോലെ ഇവര് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ പുറത്തു കൊണ്ടുപോകുന്നു എന്ന് ചിന്തിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് ജബ്ബാർ ആദ്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു പ്രാവശ്യം കൂടിയും കേൾക്കാം. ഇവരുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്. ഇസ്ലാമിനെ പഞ്ഞിക്കിടുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന 2 പുലികളോ സിംഹങ്ങളോ ആണ് എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത്. കേട്ടല്ലോ, ഈ ജബ്ബാറിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നാൽ ഒരു മുസ്ലിമിന്റെ ഇടത്തും വലത്തും ഉള്ള ഒരു ശക്തിയെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അതെവിടെയാണെന്ന് അറിയാമോ? അത് സൂറ ഫുസ്സിലാത്ത് 41-ാമത്തെ സൂറത്തിൽ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലു, ആർ പറയപ്പെടുന്നുവോ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണ്, സുമ്മ ഇസ്തഖാമു, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹ് അവർക്ക് വേണ്ടി മലക്കുകൾ ഇറക്കി കൊടുക്കുന്നു. എന്നിട്ടോ ആ മലക്കുകൾ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട. ഇതാരാ പറയുന്നത്? മലക്കുകൾ ഇവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവര് ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി അത്രയ്ക്കധികം സന്തോഷത്തോടും കൂടിയിട്ടും ദുഃഖിക്കാതെയും ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ ജബ്ബാറിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തികളും അതേപോലെ തന്നെ ജബ്ബാർ സ്വയവും, ഇദ്ദേഹം ഷൈത്താന്റെ ഫോളോവേഴ്സാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭയപ്പെട്ടുകൊണ്ടേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ജബ്ബാറിന് ഈ ലണ്ടനിൽ നിന്ന് വന്നിട്ടുള്ള ഉമ്മർ ഫോൺ ചെയ്തു, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് കാണണം. ഓക്കെ, ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരൂ, ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം, തന്നെയുമല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇസ്ലാമിനെ ആകെ താറടിച്ച് കാണിക്കാം എന്ന് ക്ഷണിച്ചപ്പോൾ ജബ്ബാറിന് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ്. അദ്ദേഹം ലിയാഖത്തിന് ഫോൺ ചെയ്യുന്നു. അപ്പോൾ ലിയാഖത്ത് വേറെ 2 ഖദ്ദാമിങ്ങളെയും കൊണ്ട് ക്യാമറ പിടിക്കാൻ ആൾക്കാരുമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നു. ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഭയമാണ് ഉണ്ടാവുക. കാരണം ഈ ജോസഫ് മാഷിനെ കൈവെട്ടിയതുപോലെ ഏതെങ്കിലും തലതിരിഞ്ഞ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്താലോ എന്ന പേടിയിലാണ് ഇവരെ മരണം വരെ ജീവിക്കുക. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാള് സ്റ്റേജിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഘോരഘോരം സത്യം പറയുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും കൊല്ലപ്പെടും എന്ന്, തന്നെ ആരെങ്കിലും ആക്രമിക്കും എന്ന് അയാൾ പേടിക്കാറില്ല. അങ്ങനെ ആക്രമിക്കട്ടെ, ആ അക്രമത്തിൽ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ സ്വർഗാവകാശിയാവും, ഞാൻ ഷഹീദാവും എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത്. എന്നാൽ ഇവർ ജീവിക്കുന്നതോ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. ഇതിനൊന്നും പോളീഷാക്കാനും പെയിന്റ് അടിക്കാനും ഒന്നും കഴിയില്ല, സത്യം തന്നെയാണ്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ എനിക്കെടുത്ത് പറയാനുള്ളത് ഇവരുടെയൊക്കെ, അതായത് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും സ്വതന്ത്ര ചിന്തകരും ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരുടെ ഒക്കെ ജീവനെ ഒരു അറ്റാക്ക് ഇല്ലാതെ, ആരും അവരെ ആക്രമിക്കപ്പെടാതെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. കാരണം ഏതെങ്കിലും വിവരദോഷി ജബ്ബാറിന്റെ മുഖത്തുനിന്ന് തുപ്പിയാൽ മാത്രം മതി, ഒരു 6 മാസത്തേക്കുള്ള കണ്ടന്റായി. പിന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും രംഗത്തിറങ്ങും. ഈ പറഞ്ഞിട്ടുള്ള യുക്തിവാദികൾ ആരും തന്നെ ആ ഒരു ക്രിസ്ത്യൻ ഒരു ചർച്ചിൽ കൊണ്ടുപോയിട്ടൊരു ബോംബ് പൊട്ടിച്ച് പല ആൾക്കാരുടെയും ജീവൻ പോയി കഴിഞ്ഞിട്ട് ഒരാളും ഒന്നും സംസാരിച്ചിട്ടില്ല. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന്റെ ഒരു 1000കണക്കിന് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ രണ്ടമ്മ നയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇനി വീണ്ടും ഇദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. ജബ്ബാർ 2 പേരെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ലിയാഖത്ത്, മറ്റേത് ഉമ്മറിനെ പറ്റിയൊരു പേരും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് നട്ടഭ്രാന്തൻ എന്നാണ്. ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല 2 പേരെയും, എങ്കിൽ കൂടി ഞാൻ പറയാം. ഇപ്പുറത്തിരിക്കുന്നത് ലിയാഖത്ത് അലി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പുറത്തിരിക്കുന്നത് ക്ലബ് ഹൗസിലൂടെ നിങ്ങൾ ഒരുപാട് കേട്ട ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് ഉമ്മർ. സോഷ്യൽ മീഡിയയിൽ നട്ടഭ്രാന്തൻ എന്ന പേരിൽ ഇങ്ങനെ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുത്തിയിരുന്ന ആ ഭ്രാന്തനാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം പറയുന്നതൊക്കെ വെറും ഭ്രാന്താണ്, നട്ടഭ്രാന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്ന ഒരു കാര്യവുമില്ല എന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കൂടെ ജബ്ബാർ ഒരു വാണിംഗ് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം UK സ്ഥിരതാമസമാണ്, പിന്നെ ഫാമിലിയൊക്കെ അവിടെയാണ്. ഇദ്ദേഹം UK സ്ഥിരവാസമാണ്, ജോലി അവിടെയാണ്, കുടുംബമൊക്കെ അവിടെയാണ്. ഇപ്പോ നാട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഇരിക്കുന്നത് കോട്ടക്കലുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പഴയ സിനിമ ടൈറ്റിലാണ് ഓർമ്മ വന്നത്, മണ്ടന്മാർ ലണ്ടൻ.
മണ്ടൻ മാത്രമല്ല, ഇദ്ദേഹം നട്ടപ്രാന്തനും കൂടിയാണ് എന്നാണ് ജബ്ബാർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ജനങ്ങളെ പഞ്ഞിക്കിട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പഞ്ഞിക്കിട്ടത് കൊണ്ടാണ് ജനങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ശരിക്കും ഒരു നട്ടപ്രാന്തൻ തന്നെയല്ലേ? ഇതൊക്കെ അള്ള എഴുതി വെച്ചിട്ടുള്ളതിന്റെ കെയർ ഓഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഇത് ഞാനാണ് അതിന്റെ ആള് എന്ന് പറയുമ്പോൾ അതൊരു എട്ടുകാരി മമ്മൂജിയുടെ സ്വഭാവമല്ലേ? വല്ലവന്റെയും ഗർഭത്തെ എന്റേതാണെന്ന് പറയുന്ന രീതിയിലല്ലേ ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് ബാക്കി 2-3 വിഷയങ്ങളുണ്ട്. ഇപ്പൊ 2 മിനിറ്റേ ആയിട്ടുള്ളൂ. ജബ്ബാറിന്റെ വീഡിയോയുടെ 2 മിനിറ്റിൽ കുറവ് സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി വിഷയങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.